നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന സൂപ്പർ ഹീറോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ തന്നെ മാറ്റി എഴുതിയൊരു സീരീസ് ആയിരുന്നു 2019 പുറത്തിറങ്ങിയ ദി ബോയ്സ് എന്ന് പറയുന്നത്. സൂപ്പർ ഹീറോസിനെ മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ടും എക്സ്ട്രീം വയലൻസ് കൊണ്ടുമെല്ലാം തന്നെ വളരെയധികം വ്യത്യസ്തമായ ഒരു സീരീസ് ആയിരുന്നു ദി ബോയ്സ്. അതുപോലെ ദി ബോയ്സ് എന്ന് പറയുന്നത് ഗരിത്ത് എല്ലീസ് എഴുതിയ കോമിക്സിന്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണ്. അതായത് ഗരിത്ത് എല്ലീസിന്റെ കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സീരീസ് ഒരുങ്ങിയിട്ടുള്ളത്. എന്നാൽ കോമിക്സിൽ നിന്ന് ലൈവ് ആക്ഷൻ സീരീസിലേക്ക് എത്തിയപ്പോൾ കോമിക്സിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് സീരീസ് ഒരുക്കിയിട്ടുള്ളത്. ഈ ചേഞ്ചസിൽ ക്യാരക്ടേഴ്സ് മുതൽ സ്റ്റോറി ആർക്ക് വരെയുണ്ട്. എന്നിരുന്നാലും രണ്ടിന്റെയും കോർ ഐഡിയ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ദി ബോയ്സിന്റെ കോമിക്സും സീരീസും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ദി ബോയ്സിന്റെ ഷോയും കോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ഈ ഷോ എന്ന് പറയുന്നത് വളരെയധികം വയലൻസും സെക്ഷുവാലിറ്റിയും ഡാർക്ക് കോമഡിയും എല്ലാം നിറഞ്ഞതായിരുന്നു. എന്നാൽ ദി ബോയ്സിന്റെ കോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ TV ഷോയിൽ കണ്ടത് അതിന്റെ എല്ലാം തന്നെ എക്സ്ട്രീം ആണ്. TV ഷോ എന്ന് പറയുന്നത് കോമിക്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലും അതേപോലെ റിയലിസ്റ്റിക്കും ആക്കാനാണ് അവർ നോക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും രണ്ടിന്റെയും കോർ ഐഡിയ എന്ന് പറയുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് അണ്ടറിൽ നിൽക്കുന്ന കറപ്റ്റഡ് ആയ സൂപ്പർ ഹീറോസും അവർക്കെതിരെ അവരെ അവിടെ നിന്ന് വലിയ താഴേക്ക് ഇറക്കാൻ നോക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻസും. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദി ബോയ്സ് സീരീസിലെ ബോയ്സ് ടീമിൽ തന്നെ രണ്ട് വേർഷനിലുമായി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. രണ്ട് വേർഷനിലായാലും ഒരേ മെമ്പേഴ്സ് തന്നെയാണ് ഈ ടീമിനുള്ളത്. എന്നാലും ഇവരുടെ ക്യാരക്ടർ ഡിസൈനിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലാതെ തന്നെയുള്ള ഈ രണ്ട് വേർഷനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്തെന്നാൽ TV ഷോയിൽ യാതൊരു പവേഴ്സും ഇല്ലാത്ത സാധാരണ മനുഷ്യരായിട്ടായിരിക്കും ഇവരെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ കോമിക്സിൽ അത് അങ്ങനെയേ അല്ല. തുടക്കം തൊട്ടേ ബോയ്സ് ടീമിലുള്ള എല്ലാവരും കോമ്പൗണ്ട് വി ഉപയോഗിക്കുന്നുണ്ട്. അവർ അത് തമ്മിൽ കുത്തിവെച്ച് സൂപ്പർ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി എന്നിവ നേടിയെടുക്കുന്നുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് സൂപ്സുമായിട്ട് ഈക്വലി ഫൈറ്റ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൂപ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഇവരങ്ങനെ ഒളിഞ്ഞിരിക്കാറുമില്ല. എന്നാൽ TV സീരീസിലേക്ക് വന്നപ്പോൾ അവരത് എൻറ്റയർലി മാറ്റി. ബോയ്സ് ടീം എന്ന് പറയുന്നത് സൂപ്പർ ഹീറോസിനെതിരെയുള്ള ഒരു ഹ്യൂമൻസിന്റെ ടീം പോലെയാക്കി മാറ്റി. ഇങ്ങനെ മാറ്റിയതോടുകൂടി സീരീസിന്റെ ടോൺ തന്നെ വേറെ ലെവലിലേക്ക് എത്തി. വെറും മനുഷ്യർ സൂപ്പർ ഹീറോസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു എന്നത്. ഇത് സീരീസ് പ്രേക്ഷകർക്കുള്ളിൽ കൂടുതൽ ടെൻസും അതോടൊപ്പം ഡേഞ്ചറസ് ബിഹേവിയറുമാക്കി മാറ്റിയെന്ന് പറയാം. അതുപോലെ ദി ബോയ്സ് ടീം എന്ന് പറയുന്നത് കോമിക്സിൽ ഒരു ഒഫീഷ്യൽ ടീമാണ്. അതായത് CIA ഫണ്ട് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ബോയ്സ് എന്ന് പറയുന്നത് കോമിക്സിൽ. ഇനി ഇതിലെ മെമ്പേഴ്സിലേക്ക് നോക്കുമ്പോൾ കോമിക്സിൽ നിന്ന് വലിയൊരു ചേഞ്ച് വന്നുവെന്ന് പറയാൻ പറ്റുന്ന ക്യാരക്ടറാണ് നമ്മുടെ മദേഴ്സ് മിൽക്ക് അഥവാ MM. TV ഷോയിൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് മാർവിൻ ടി മിൽക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ മദേഴ്സ് മിൽക്ക് എന്ന് പറയുന്നത് വെറും ഒരു നിക് നെയിം പോലെയൊക്കെ തന്നെ TV ഷോയിലുള്ളൂ. എന്നാൽ കോമിക്സിൽ അത് അങ്ങനെയല്ല. ഈ പേരിന് കുറച്ചും കൂടി മീനിങ് ഉണ്ട് കോമിക്സിൽ. MM യഥാർത്ഥത്തിൽ കോമ്പൗണ്ട് വിയുമായി ജനിച്ച ഒരാളായിരുന്നു. ഈ ടീമിൽ തന്നെ ജന്മന കോമ്പൗണ്ട് വിയുമായി ജനിച്ച ഏക വ്യക്തിയും MM ആയിരുന്നു. അതേപോലെ MM-ന്റെ അമ്മ എന്ന് പറയുന്നത് വോട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു. പിന്നെ ഈ കോമ്പൗണ്ട് വി എല്ലാം കൊണ്ട് തന്നെ MM-ന് ഒരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് MM-ന് സർവൈവ് ചെയ്യണമെങ്കിൽ MM-ന്റെ മദറുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കണമായിരുന്നു. ഇത് കുടിച്ചില്ലെങ്കിൽ ആളുടെ ബോഡി വളരെയധികം വീക്ക് ആവുകയും ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുന്ന ഒരു വലിയൊരു ഡിസീസ് MM-ന് ഉണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് MM-ന് മദേഴ്സ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പേര് വന്നത്. കോമിക്സിൽ ആളുടെ റിയൽ നെയിം എന്ന് പറയുന്നത് ബാരൺ വെല്ലീസ് എന്നാണ്. അതേപോലെ ബുച്ചറാണ് MM-നെ ബോയ്സ് ടീമിലേക്ക് കൊണ്ടുവരുന്നത്. കോമിക്സിൽ ബുച്ചറിന്റെ ഒരു വലങ്കൈ പോലെയായിരുന്നു MM. പിന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ടെറർ, അതായത് ബുച്ചറിന്റെ ബുൾഡോഗ്. കോമിക്സിൽ ടെറർ എന്ന് പറയുന്നത് ബോയ്സ് ടീമിലെ ഒരു പെർമനന്റ് മെമ്പറെ പോലെയായിരുന്നു. അതുപോലെ ഇവരുടെ എല്ലാ മിഷനും ടെറർ കൂടെ പോവാറുമുണ്ടായിരുന്നു. എന്നാൽ TV ഷോയിൽ ടെറർ എന്ന് പറയുന്നത് ഒരു ക്യാമിയോ പോലെയൊക്കെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ ക്യാരക്ടറിനെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആനിമൽസിനെ ഫിലിം ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി കൊണ്ടായിരിക്കും ഇത്. പിന്നെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ് കേണൽ മെലോറി. സീരീസിൽ ഗ്രേസ് മെലോറി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഇത്. എന്നാൽ കോമിക്സിൽ ഇതൊരു മെയിൽ ക്യാരക്ടറാണ്. ഗ്രേഗ് മെലോറി എന്ന് പറയും. കോമിക്സിൽ മെലോറിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടീമിനെ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ. അതേപോലെ ബുച്ചറിനെ ഈ ഒരു ടീമിലേക്ക് നിയമിച്ചതും ഇദ്ദേഹമാണ്. TV സീരീസിലും ഏകദേശം ഇതേപോലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ബാക്ക് സ്റ്റോറിക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അതല്ലാത്ത നോക്കുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ പറയാവുന്നത് നമ്മുടെ ഹ്യൂയി ക്യാമ്പൽ എന്ന് പറയുന്നത് കോമിക്സിൽ സ്കോട്ടിഷ് ആണ്. എന്നാൽ ഷോയിലേക്ക് വന്നപ്പോൾ അവരത് അമേരിക്കനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോയ്സ് ടീമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറായ ഹോംലാൻഡറിനെ കുറിച്ച് നോക്കാം. പക്ഷെ നമുക്ക് ഹോംലാൻഡറിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു ക്യാരക്ടറിനെ നോക്കണം. അതാണ് ബ്ലാക്ക് നോയർ. കോമിക്സിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചേഞ്ച് ആണ് ബ്ലാക്ക് നോയറുടേത്.
കോമിക്സിൽ ബ്ലാക്ക് നോയർ ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു ബ്ലാക്ക് നോയറുടേത്. എന്നാൽ ഷോയിലേക്ക് വന്നപ്പോൾ അവരത് എൻറ്റയർലി ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. കോമിക്സിൽ യഥാർത്ഥത്തിൽ ബ്ലാക്ക് നോയർ എന്ന് പറയുന്നത് ഹോംലാൻഡറിന്റെ ഒരു ക്ലോൺ ആണ്. വോട്ട് ഒരു ബാക്കപ്പ് വെപ്പൺ പോലെ ക്രിയേറ്റ് ചെയ്തതാണ് ഇത്. അതുപോലെ ഹോംലാൻഡർ ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് ക്രൈംസ് ഒക്കെ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബ്ലാക്ക് നോയർ ആണ്. ഇതിൽ ഹോംലാൻഡർ ബെക്കയെ റേപ്പ് ചെയ്യുന്നതും ഉൾപ്പെടും. അതായത് കോമിക്സിൽ ബുച്ചറിന്റെ വൈഫായിട്ടുള്ള ബെക്കയെ റേപ്പ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹോംലാൻഡർ അല്ല, മറിച്ച് ഹോംലാൻഡറിന്റെ ക്ലോൺ ആയിട്ടുള്ള ബ്ലാക്ക് നോയർ ആണ്. ഇതിനുശേഷം ഇത് ഹോംലാൻഡർ ആണ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലേക്ക് ആക്കി തീർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് നോയറുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഈ സീരീസിലെ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ടി വി സീരീസിലേക്ക് എത്തിയപ്പോൾ ഇവരിത് എൻറ്റയർലി ചേഞ്ച് ചെയ്തു. ഷോയിൽ ബ്ലാക്ക് നോയർ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. സോൾജർ ബോയ്ക്കൊപ്പം പേ ബാക്കിലെ ഒരു മെമ്പർ ആയിട്ടൊക്കെയാണ് ഇവരിത് കാണിച്ചിട്ടുള്ളത്. ഒരു ക്ലോണോ അങ്ങനെയൊന്നുമല്ല. പിന്നെ പറയേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹോംലാൻഡറിന്റെ മകനായിട്ടുള്ള റയാൻ. കാരണം ഇങ്ങനൊരു ക്യാരക്ടറെ കോമിക്സിലില്ല. കോമിക്സിൽ ബെക്ക ചൈൽഡ് ബെർത്തോട് കൂടി തന്നെ മരണപ്പെടും. അത് മാത്രമല്ല ആ കുട്ടിയും അല്പസമയത്തിനുള്ളിൽ തന്നെ മരണപ്പെടും. ഇതുകൊണ്ട് തന്നെ കോമിക്സിൽ ഹോംലാൻഡറിന്റെ മകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ ഇല്ല. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്കത് ഹോംലാൻഡറിന്റെ മകനാണെന്നും പറയാൻ പറ്റില്ല, കാരണം അത് ബ്ലാക്ക് നോയർ ആണല്ലോ. എന്നാൽ ഷോയിലേക്ക് എത്തിയപ്പോൾ അവിടെ ബെക്ക മരിക്കുന്നില്ല. ഹോംലാൻഡറിന്റെ മകൻ എന്ന് പറയാവുന്ന റയാനുമുണ്ട്. ഇനി ഹോംലാൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീരീസിലായാലും കോമിക്സിലായാലും ഹോംലാൻഡർ എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് മോൺസ്റ്ററെ പോലെയാണ്. എന്നിരുന്നാലും ചെറിയ വ്യത്യാസങ്ങൾ രണ്ട് വേർഷനിലും ഉണ്ട്. അതിപ്പോ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ ഹോംലാൻഡർ ദി സെവന്റെ ലീഡർ തന്നെയാണ്. എന്നിരുന്നാലും ജെയിംസ് ടിൽവെൽ തുടങ്ങിയവരുടെ കൺട്രോളിലാണ് ഹോംലാൻഡർ കൂടുതലായും ഉള്ളത്. പിന്നെ ഈ ജെയിംസ് ടിൽവെൽ എന്ന് പറയുന്നത് നമ്മുടെ ടി വി സീരീസിലെ മാഡ്ലിന്റെ കോമിക് വേർഷൻ ആണ്. കോമിക്സിൽ ഇതൊരു മെയിൽ ക്യാരക്ടർ ആയിരുന്നു. സീരീസിലേക്ക് എത്തിയപ്പോൾ ഇതൊരു ഫീമെയിൽ ക്യാരക്ടർ ആക്കി മാറ്റി. പിന്നെ ബ്ലാക്ക് നോയർ തനിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ ഹോംലാൻഡറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം എത്തുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് തന്നെ. അതുപോലെ ഷോയിൽ കാണിച്ചിരിക്കുന്ന ഹോംലാൻഡർ വളരെയധികം ബ്രൈറ്ററും സോഷ്യൽ മീഡിയ തുടങ്ങിയവയെല്ലാം തന്നെ വളരെ നന്നായി മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരാളെ പോലെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോമിക്സിലെ ഹോംലാൻഡർ എന്ന് പറയുന്നത് ഇത്രത്തോളം ബ്രൈറ്റർ ആയ ഒരു ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല. അതുപോലെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ട ഒരു കാഴ്ചപ്പാടും തന്നെ ഈ ഒരു ഹോംലാൻഡറിന് ഉണ്ടായിരുന്നില്ല. ഈ ഹോംലാൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഇവന് കൂടുതലായി വേണ്ടിയിരുന്നത് കഴിക്കുക, കുടിക്കുക, അതുപോലെ താൻ എന്ത് പറഞ്ഞാലും അതിന് നോ എന്ന് പറയാതിരിക്കുക. അതുപോലെ പിന്നീട് ബ്ലാക്ക് നോയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താൻ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്നതിന്റെ ഫോട്ടോസും ഹോംലാൻഡറിന് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെ താൻ ഓൾറെഡി ഒരു മോൺസ്റ്റർ ആണെന്ന് വിചാരിക്കുന്ന ഹോംലാൻഡർ പിന്നീട് ആ വഴിക്ക് തന്നെ പോവുകയാണ്. പിന്നെ നമ്മൾ സീരീസിൽ കണ്ടിട്ടുണ്ടാവുന്ന ആ ഒരു പ്ലെയിൻ സീൻ, അതിൽ കാഷ്വലി വന്നിട്ട് ആ പ്ലെയിനിനെ ക്രാഷ് ചെയ്യാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരെയും സേവ് ചെയ്യാനൊന്നും തന്നെ ഹോംലാൻഡർ നോക്കുന്നില്ല. എന്നാൽ കോമിക്സിൽ ഹോംലാൻഡർ കുറച്ചൊക്കെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ അങ്ങോട്ട് പോകും. അതുപോലെ ടി വി സീരീസിലെ ഹോംലാൻഡർക്ക് താനൊരു ലാബിലാണ് വളർന്നതെന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ കോമിക്സിൽ ആളൊരു ഏലിയൻ ആണെന്നൊക്കെയായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊക്കെ ഒരു കള്ളമായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ കോമിക്സിൽ ഹോംലാൻഡർ തന്റെ ക്ലോൺ ആയ ബ്ലാക്ക് നോയറിന്റെ കൈ കൊണ്ട് ബ്രൂട്ടലി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ടി വി സീരീസിൽ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. ഇനി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് സോൾജർ ബോയ്. ടി വി സീരീസിൽ വളരെയധികം പവർഫുൾ ആയ സൂപ്പർ സ്ട്രെങ്ത് കൊണ്ട് ഹോംലാൻഡറിനൊപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ടായിരിക്കും സോൾജർ ബോയെ ടി വി സീരീസിൽ കാണിച്ചിട്ടുണ്ടാവുക. എന്നാൽ കോമിക്സിൽ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കോമിക് വേർഷനിലുള്ള സോൾജർ ബോയ് എന്ന് പറയുന്നത് മറ്റ് സൂപ്പർ ഹീറോസിനെ അപേക്ഷിച്ച് വളരെയധികം വീക്കായ സൂപ്പർ ഹീറോ ആണ്. അതുപോലെ ഷോയിൽ സോൾജർ ബോയ് എന്ന് പറയുന്നത് ഹോംലാൻഡറിന്റെ ബയോളജിക്കൽ ഫാദർ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. എന്നാൽ കോമിക്സിൽ സോൾജർ ബോയ് എന്ന് പറയുന്നത് ഹോംലാൻഡറിന്റെ അച്ഛനുമല്ല, ഹോംലാൻഡറുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഹോംലാൻഡറുമായി ബ്ലഡ് റിലേഷൻ ഉള്ള ആരെയും തന്നെ കോമിക്സിൽ പറയുന്നില്ല. ദി സോൾജർ ബോയ് എന്ന് പറയുന്നത് കോമിക്സിൽ യഥാർത്ഥത്തിൽ ദി സെവനിൽ കയറാൻ ഹോംലാൻഡറിന് പിന്നാലെ നടക്കുന്ന ഒരു ക്യാരക്ടറെ പോലെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല സോൾജർ ബോയ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാർവലിന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു കോപ്പിയാണ്. കോമിക് വേർഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാവും. ക്യാപ്റ്റൻ അമേരിക്കയെ പോലത്തെ സ്യൂട്ടും അതേപോലെ ആ ഷീൽഡും. പിന്നെ സോൾജർ ബോയ് മാത്രമൊന്നുമല്ല, ദി ബോയ്സിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും മാർവലിന്റെയോ ഡി സിയുടെയോ മറ്റോ ക്യാരക്ടേഴ്സിന്റെ ഒരു കോപ്പിയുടോ അല്ലെങ്കിൽ ഇൻസ്പയർഡോ വേർഷനാണ്. ഇതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോംലാൻഡറെ തന്നെ എടുക്കാം. ഹോംലാൻഡർ എന്ന് പറയുന്നത് സൂപ്പർമാന്റെ ഒരു എക്സാക്ട് കോപ്പിയാണ്. അത് സത്യത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് മാത്രമൊന്നുമല്ല, ഇനി നോക്കുകയാണെങ്കിൽ ദി ഡീപ്പ് എന്ന് പറയുന്നത് അക്വാമാന്റെ കോപ്പിയാണ്. അതേപോലെ ക്വീൻ മേവ് എന്ന് പറയുന്നത് വണ്ടർമാന്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്.
എ ട്രെയിൻ എന്ന് പറയുന്നത് ഫ്ലാഷിന്റെയോ ക്വിക്ക് സിൽവറിന്റെയോ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ സ്റ്റോം ഫ്രണ്ടിനെ വേണമെങ്കിൽ തോറിന്റെ എന്നൊക്കെ പറയാം. ഇതുപോലെ നിങ്ങൾ ഇനി സീരീസ് എടുത്ത് നോക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഇതൊന്നും അറിയാതെ വന്നിട്ടുള്ളതൊന്നുമല്ല, ഇതൊക്കെ ഇന്റൻഷനലി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സോൾജർ ബോയിലേക്ക് തിരിച്ചു വന്നാൽ, സോൾജർ ബോയ് ക്യാപ്റ്റൻ അമേരിക്ക ഇൻസ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. എന്നിരുന്നാലും കോമിക്സിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ അത്ര പോലും പവർഫുൾ ആയ ഒരു ക്യാരക്ടർ അല്ല യഥാർത്ഥത്തിൽ സോൾജർ ബോയ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും സീരീസിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ സോൾജർ ബോയ്ക്ക് ഒരു വലിയൊരു അപ്ഗ്രേഡ് ആണ് വരുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ സ്യൂട്ടിൽ തന്നെ വലിയൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി യുണീക്കായ ഒരു സ്യൂട്ട് ഇവർ സോൾജർ ബോയ്ക്ക് സീരീസിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ കോമിക്സിനെ പോലെയല്ല, സോൾജർ ബോയ്ക്ക് സീരീസിൽ വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പറയാൻ പറ്റുന്ന വലിയ ഡിഫറൻസ് എന്ന് പറയാവുന്നത് സ്റ്റാർലൈറ്റ് ആണ്. കാരണം സീരീസിൽ കുറച്ചും കൂടി ഈ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സീരീസിൽ കുറച്ചും കൂടി നല്ലൊരു സ്ട്രോങ്ങർ പേഴ്സണാലിറ്റിയും അതുപോലെ കോമിക്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും ഈ ക്യാരക്ടറിന് സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മറ്റൊരു ക്യാരക്ടറാണ് ക്വീൻ മേവ്. മേവിനും ഷോയിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോമിക്സിൽ വളരെ ഹോപ്പ്ലെസ് ആയ ഒരു ക്യാരക്ടർ പോലെ ആയിരുന്നു ഇത്. പിന്നെയുള്ളതാണ് ദി ഡീപ്പ്. ഡീപ്പിനെ യഥാർത്ഥത്തിൽ കോമിക്സിൽ ഒരു ജോക്ക് പോലെ, അതായത് അക്വമാൻ്റെ ഒക്കെ തന്നെ ഒരു പാരഡി പോലെ മാത്രമായിട്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ ഷോയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസും അതുപോലെ നല്ലൊരു സ്ക്രീൻ ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോം ഫ്രണ്ടിനെ കുറിച്ചൊന്ന് പറയാം. TV സീരീസിൽ ഫീമെയിൽ ആയ ഈ ക്യാരക്ടർ കോമിക്സിൽ യഥാർത്ഥത്തിൽ മെയിൽ ആണ്. അതായത് ബോയ്സിൽ ജെൻഡർ സ്വാപ്പ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് സ്റ്റോം ഫ്രണ്ട്. അതുപോലെ ഷോയിൽ ഈ ക്യാരക്ടറിനെ കുറച്ചുകൂടി മോഡേൺ ആക്കിയെന്നും പറയാം. പിന്നെ ബോയ്സിൽ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ജെൻഡർ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന വേറൊരു ക്യാരക്ടറാണ് വിക്ടോറിയ നോർമൻ. ജെൻഡർ സ്വാപ്പ് ചെയ്തു, അതിനൊപ്പം തന്നെ കുറച്ചും കൂടി പവർഫുൾ ആയ ഒരു ക്യാരക്ടറാക്കി കൂടി ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോമിക്സും സീരീസും തമ്മിലുള്ള ഇത്രയും വ്യത്യാസങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി പറയാൻ മറക്കണ്ട. ഒപ്പം നിങ്ങൾക്ക് ദി ബോയ്സിന്റെ കോമിക് വെർഷൻ ആണോ അതോ സീരീസ് വെർഷൻ ആണോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം കൂടി കമന്റിലൂടെ പറയൂ. കൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.